ജാമ്യം നൽകിയിരിക്കുന്നത്. ഏതായാലും സുപ്രധാനമായ ഒരു ജാമ്യം പി വി അൻവർ ലഭിച്ചിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം പി വി അൻവറിനെ ഇന്ന് തന്നെ പുറത്തിറക്കാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകരൊപ്പം തന്നെ ഈ DMK പ്രവർത്തകരുമൊക്കെ തന്നെ വ്യക്തമാക്കുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വളരെ പെട്ടെന്ന് ജാമ്യം ലഭിച്ചു എന്തൊക്കെ വാദങ്ങളായിരുന്നു നമ്മൾ ഉയർത്തിയിരുന്നത്? വാദം അവർ പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്, കാരണം അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണ്. ജാമ്യത്തിൽ വിട്ടാൽ അദ്ദേഹം സാക്ഷികളെ സ്വാധീനിക്കും, ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടും, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്നാണ്. അതുപോലെ തന്നെ കസ്റ്റഡിയിൽ വിട്ടുതരണം, അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യണം, അതിന് കസ്റ്റഡി അപേക്ഷ കൊടുത്തു. കോടതി ഇന്ന് പുറപ്പെടുവിച്ച ഓർഡറിൽ ആദ്യത്തെ ഓർഡർ ആ കസ്റ്റഡി ആപ്ലിക്കേഷൻ തള്ളിക്കളയാണ് ചെയ്തത്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ആദ്യത്തെ ഫൈൻഡിങ്. രണ്ടാമത്തെ ഫൈൻഡിങ് ആണ് അദ്ദേഹത്തിന് നിരുപാധികം ജാമ്യം അനുവദിച്ചു എന്ന്. ഇതുവരെ എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു വ്യവസ്ഥയും ഇല്ലാതെയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതുകൊണ്ട് സബ് ജയിലിൽ പോയാൽ ഇന്ന് തന്നെ റിലീസ് ചെയ്യാൻ കഴിയും. തവന്നൂർ സബ് ജയിലിലാണ് അദ്ദേഹം കിടക്കുന്നത്. സെൻട്രൽ ജയിലാണോ ഉപാധികളില്ലാതെയാണ് പി വി അൻവറിന് ജാമ്യം ലഭിച്ചത് എന്നും ഇന്ന് തന്നെ അദ്ദേഹത്തെ പുറത്തിറക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത്.